നമ്മൾ എത്ര പേര് കൂടെയുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മാത്രമാണ് നമ്മളെ കാവൽക്കാരി. നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ അപ്പോൾ WCCയിൽ അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ WCCയിൽ അറിയിച്ചു, 1-2 ദിവസത്തിനകം. അപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞ്, അവരെല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും പ്രഷർ എടുക്കരുത്. അങ്ങനെയാണ് ഞാൻ പരാതി എന്നുള്ളത് എനിക്ക് പോരാ എന്ന് തോന്നി. യഥാർത്ഥത്തിൽ പരാതി പോരാ, അതിനും മുകളിൽ വേണമെന്ന് തോന്നി. കാരണം അത്രയും ഞാൻ ഒരു ആങ്കർ അനുഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ഒരു റേജ് എൻ്റെ ഉള്ളിലുണ്ടായി. സിഎമ്മിന് വിശദമായി തന്നെ എഴുതി? വിശദമായി. എത്ര പേജ് കത്തായിരുന്നു അത്? ഒരു 3 പേജ് കത്തായിരിക്കും. അത് കോപ്പി ആർക്കൊക്കെ? കോപ്പി ചലച്ചിത്ര അക്കാദമിക്ക് കോപ്പി വെച്ചു, കാരണം അവിടെ വെച്ചിട്ടാണ് നടന്നത്. കൾച്ചറൽ മിനിസ്റ്റർക്ക് കോപ്പി വെച്ചു, അതുപോലെ നമ്മുടെ വിമൻസ് കമ്മീഷന് കോപ്പി വെച്ചു, നാഷണൽ കമ്മീഷൻ ഫോർ വിമനും കോപ്പി വെച്ചു. ഈ പരാതികൾ അയച്ചതിൽ ആരൊക്കെയാണ് ആശയം വിളിച്ച് സംസാരിച്ചത്? പരാതി അല്ലായിരുന്നുകൊണ്ട് തന്നെ ഇത് കോൺഫിഡൻഷ്യൽ കത്തായിരുന്നു. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തില്ല എൻ്റെ ഒരു പരാതിയാണെന്നുള്ളത്. പക്ഷേ അവർ സുവോമോട്ടോ ആയിട്ട് ഗവൺമെൻറ് കേസ് എടുത്തു എന്ന് എനിക്ക് മനസ്സിലായത് 4 ദിവസം കഴിഞ്ഞിട്ട് പോലീസുകാരെൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്. അതുവരെ എനിക്ക് ഒന്നും അറിയിച്ചിരുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്നാണ് പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നത്. ബാക്കി 4 സ്ഥലങ്ങളിൽ നിന്നും ഈ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അവർ പരാതിയായിട്ട് അയച്ചെങ്കിൽ മാത്രമേ അവർ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പരാതി ഫോർമാറ്റിൽ അത് ടൈപ്പ് ചെയ്ത് അയക്കുന്നു. അപ്പം ബേസിക്കലി എൻ്റെ ആഗ്രഹം പരാതി ആവശ്യമുള്ളവരെടുത്തോട്ടെ, അല്ലാതെ ഞാനിപ്പോൾ ഇതിന് പുറകെ നടക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ചലച്ചിത്ര അക്കാദമി അവർ 2 ദിവസത്തിനകം 4 ദിവസത്തിനകം. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പോലീസുകാർ പോകുമ്പോൾ, 2 വനിതാ പോലീസുകാരാണ് വന്നത്. അവർ വളരെ നന്നായി ഇടപെട്ടു. എനിക്ക് പോലീസിൻ്റെ ഒരു ഇടപാടിൽ വളരെ എന്താണ് പറയുന്നൊരു സമാധാനം തോന്നി.